ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മട്ടനിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഞാനിതൊരു 5 വിസിൽ വന്ന വരെ ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട്. മട്ടൻ്റെ വേവും കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് പാകത്തിന് വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം മട്ടനൊക്കെ പാകത്തിനൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചച്ചുവ മാറണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് ഈ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ വേവിച്ചെടുത്ത ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ മട്ടനിൽ കോട്ടായി വന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പറ്റി മസാലയൊക്കെ മട്ടനിൽ നല്ല പോലെ പിടിച്ച് വന്ന രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. മട്ടനിലെ നെയ്യൊക്കെ നല്ല പോലെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി കിട്ടണമെന്നുള്ളവർക്ക് ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാ മെയിൻ ഡിഷുകളുടെയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.